മോൾ എന്തിനാ ഒറ്റയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വന്നത്? ചെല്ല, അകത്ത് ചെന്നിരുന്ന് കളിക്ക്. അത് മതി, ഇങ്ങോട്ടൊന്നും ഇറങ്ങണ്ടാട്ടോ. ഇരുന്നിരുന്ന് ബോറടിച്ചമ്മേ, അതാ ഞാൻ ഇറങ്ങി പോകുന്നത്. ആരും ഇല്ലല്ലോ ചിന്നിമോടെ കൂടെ കളിക്കാൻ. ആദ്യം എങ്ങോട്ടാമേ പോയേ? അതോ, അത് ഗ്രൗണ്ടിൽ കളിക്കാൻ പോയതാ. ഇനി കളിച്ചു മറിഞ്ഞ് ഒരു നേരാവും വരുമ്പോ. പോരാത്തന്നെ സ്കൂൾ അടച്ചിരിക്കല്ലേ. എനിക്കും പോണം കളിക്കാൻ. ശരി, അമ്മ ആദ്യ ചേട്ടനോട് പറയാട്ടോ. ചെല്ല, മോൾ അകത്ത് ചെന്നിരുന്ന് കളിച്ചോ. ഇത്തിരി കഴിയുമ്പോ ആശമ്മയും കൂടാട്ടോ. ചെല്ല. ആദ്യം ഇപ്പോഴും ചിന്നുമോളോട് അത്രയ്ക്ക് ഇണങ്ങിയിട്ടില്ല അമ്മേ. ആദ്യം മാത്രമല്ല, അർജുന്റെ അച്ഛന്റെ ഒക്കെ മനസ്സില് ഇപ്പോഴും ചിന്നുമോളോട് അല്പം അകൽച്ച ബാക്കിയുണ്ട്. അതെനിക്കറിയാം. അല്പമെങ്കിലും അവളോട് നന്നായിട്ട് ഇടപഴകാൻ ശ്രമിക്കുന്നത് അമ്മ മാത്രമാ. അവളോടൊന്ന് സ്നേഹത്തോടെ മിണ്ടാനും പറയാനും കൂട്ടുകൂടാനും ആരും ഇല്ലല്ലോ അമ്മേ. അതാ അവളുടെ പ്രശ്നം. ആദിയുടെ മനസ്സില് അവൻ ആറ്റുനോറ്റ് കാത്തിരുന്ന അവന്റെ അമ്മയുടെ സ്നേഹം പങ്കിട്ടെടുക്കാൻ വന്ന ഒരു കുട്ടിയെ ചിന്നു. ആ ചിന്ത മാറി അവളോട് നന്നായി പെരുമാറാൻ അവന് കഴിയണമെങ്കിൽ എന്റെ മോള് തന്നെ എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞു മനസ്സിലാക്കണം. പറഞ്ഞാലും അവനത് എത്ര കണ്ട് മനസ്സിലാക്കുന്ന് ഈ അമ്മയ്ക്ക് അറിയില്ല മോളെ. അമ്മയില്ലാത്തോണ്ട് മോൾക്ക് പിടിപ്പത് പണിയല്ലേ? സെർവന്റ് വരാത്തോണ്ടല്ലേ അച്ഛാ. ഉച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് ശാന്തേച്ചി മിക്കവാറും എല്ലാ പണിയും തീർത്തു വെച്ചിട്ടാ പോകുന്നത്. പിന്നെ വൈകിട്ടത്തെ കാര്യമല്ലേ, അതെനിക്ക് തന്നെ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. മോളൊരു 5 മിനിറ്റ് ഇവിടെ നിന്നിരിക്കെ. അച്ഛനും മോളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ? അത് ഉറപ്പിച്ചൊരു തീരുമാനമല്ല അച്ഛൻ പറയുന്നത്. വെറുതെ ഒരു കാര്യം, മോളൊന്ന് ആലോചിക്കാൻ വേണ്ടി മാത്രം. എന്താ അച്ഛാ? എന്തോ കാര്യമായ വിഷയമാണല്ലോ. അതെ, വിഷയം കാര്യമായി തന്നെയാ, അല്ലാന്ന് പറയുന്നില്ല. നിന്റെ അമ്മയുമായി ഞാൻ സംസാരിച്ചു. അവളിപ്പോ 3-4 ദിവസം കൊണ്ട് ഇങ്ങോട്ട് വരുമല്ലോ. അമ്മമ്മയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തോ? മിക്കവാറും നാളെ തന്നെ ചെയ്യുന്നാ പറഞ്ഞേ. നന്നായി. എത്ര ദിവസമായി അമ്മ പോയിട്ട്? അമ്മ വരുമ്പോ നീയും കൂടി ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയ നന്നായി എന്ന് കരുതിയാ ഞാൻ. എന്ത് തീരുമാനിക്കുന്ന കാര്യം അച്ഛാ? അത് മോളെ, അച്ഛൻ പറയുന്നത് സംയമനത്തോടെ കേൾക്കണം. മുഴുവൻ കേൾക്കും മുമ്പ് കയറി പൊട്ടിത്തെറിക്കാൻ നിൽക്കരുത്. വിഷയം ഞാൻ പറഞ്ഞല്ലോ, കാര്യമായ ഒന്ന് തന്നെയാ, വേറൊന്നുമല്ല. നിന്റെ ജീവിതം. എനിക്ക് നിന്റെ അമ്മയ്ക്കും അതിലപ്പുറം മറ്റൊന്നുമില്ല, അറിയാലോ? അറിയാം. അതിനിപ്പോ എന്താ അച്ഛാ പറ്റിയത്? എന്റെ ജീവിതത്തിന്റെ കാര്യത്തില് ഇനി എന്താ തീരുമാനിക്കാനുള്ളത്? നമ്മളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ അച്ഛാ? പക്ഷേ മോളെ, ചില തീരുമാനങ്ങൾ തെറ്റായി പോയെന്ന് തോന്നിയാൽ അത് മാറ്റേണ്ടത് നമ്മൾ തന്നെയല്ലേ? തെറ്റായി പോയെന്നോ? എന്ത്? അല്ല, നിന്റെ കല്യാണക്കാരൻ തന്നെ. അർജുന് കുഴപ്പമുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കല്യാണം എന്ന് പറയുമ്പോൾ അത് 2 വ്യക്തികൾ തമ്മിലുള്ളതിനേക്കാൾ 2 കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ബന്ധം കൂടിയാണ്. അച്ഛൻ എന്തായി പറഞ്ഞു വരുന്നേ? അർജുന്റെ കുടുംബത്തിന് ഇപ്പൊ നേരിട്ടിരിക്കുന്ന ദൗർഭാഗ്യം നിനക്കറിയാവുന്നതല്ലേ? അതുകൊണ്ട് ഇന്നലെ വരെ ഈ നാട്ടിലെ വലിയ സൽപ്പേരുള്ളൊരു കുടുംബമായിരുന്നത്. പക്ഷേ ഇന്നതല്ല സ്ഥിതി. നല്ല പേര് കൈമോശം വരാൻ നിമിഷ നേരം മതി. അത് പിന്നെ ഒരു ജന്മം പരിശ്രമിച്ചാലും അത് തിരിച്ചു കിട്ടില്ല മോളെ. അതുകൊണ്ട് ഞാൻ എന്ത് വേണമെന്ന് അച്ഛനീ പറയുന്നേ? അല്ല, അങ്ങനെയൊരു കുടുംബമായിട്ട് ബന്ധം ചേരുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് സ്വന്തം വില കളയുന്നതിന് തുല്യാവില്ലേ? അതിന്റെ ആവശ്യമുണ്ടോന്ന് മോൾ ഒന്നുകൂടി. അച്ഛാ, അർജുനായിട്ടുള്ള കല്യാണം മാറ്റി ചിന്തിക്കണമെന്നാണോ അച്ഛനീ പറയുന്നേ? ബന്ധുക്കളെന്ന് പറഞ്ഞ് ഒപ്പം ചേർത്ത് നിർത്തിയവരെ ഒരു പ്രശ്നം വന്നപ്പോ അച്ഛൻ കൈവിട്ട് കാണുക ഇപ്പൊ ചെയ്യുന്നത്. ബന്ധുക്കളാവുന്നത് കല്യാണം കഴിഞ്ഞിട്ടല്ലേ മോളെ? അച്ഛൻ എങ്ങനെയായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അർജുനും ഞാനും
എന്നെ ഭാര്യ ഭർത്താക്കന്മാരെ കഴിഞ്ഞതാ. അതിനെ മാറ്റി ചിന്തിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അച്ഛാ. മോളെ, അച്ഛന് മോളെ മനസ്സിലാവും. ഒന്നും എളുപ്പമാവില്ലെന്നും അച്ഛനറിയാം. പക്ഷെ മോള് പക്വതയോടെ ചിന്തിക്കണം. കല്യാണത്തിന് മുൻപ് ഒരാൾക്ക് മനസ്സിൽ സ്ഥാനം കൊടുക്കുന്നത് ഇന്നത്തെ കാലത്ത് വലിയ വിഷയമൊന്നും അല്ല മോളെ. ദേ, ഇന്ന് നിനക്ക് തോന്നുന്ന സങ്കടം നാളെ നിന്റെ സന്തോഷത്തിലാണെന്നേ ഞാൻ പറയൂ. എത്രയോ തവണ ഈ വിവാഹം തട്ടി പോയത് നല്ലതിനാണെന്നാ ദേ നിന്റെ അമ്മ ഇപ്പൊ പറയുന്നത്. അമ്മ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തലയിൽ അതൊന്നും കേറില്ല. അർജുനുമായിട്ടുള്ള കല്യാണം ഒഴിവാക്കിയിട്ട് എനിക്ക് എന്ത് സ്വർഗം തരാന്ന് പറഞ്ഞാലും എനിക്കത് വേണ്ട അച്ഛാ. അർജുൻ എന്റെ മനസ്സിൽ ഞാൻ കൊടുത്ത സ്ഥാനം ഇനി ജീവനുള്ളിടത്തോളം കാലം അതുമായില്ല. ഈ വിഷയത്തില് ഇതിനപ്പുറം എനിക്കൊന്നും ആലോചിക്കാനുമില്ല, പറയാനുമില്ല. ഓ, മോളെ, അപ്പൂപ്പ ആദിയില്ലേ? ഉണ്ടല്ലോ. ആദി, എടാ ആദി, അവൻ അകത്ത് തന്നെയുണ്ട്. അങ്ങോട്ട് ചെല്ലു മക്കളെ, വാ. ചെല്ല്. ആ, നിങ്ങളോ? വാടാ, ഇരിക്ക്. അമ്മുമ്മേ, ദാ വിശാലും ആരതി വന്നിരിക്കുന്നു. സത്യം പറഞ്ഞ ഞങ്ങള് വന്നത് നിന്നെ കാണാനല്ല, പിന്നെ നിന്റെ അമ്മയെ കാണാനാ. അതെ, ഞങ്ങൾ ഇതുവരെ നിന്റെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ. ആഹാ, രണ്ടുപേരേ ഉള്ളോ? ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? കാത്തു നന്ദൊക്കെ വെക്കേഷൻ ആയിട്ട് നാട്ടിൽ പോയതാ അമ്മൂമ്മേ. ആണോ? ഞങ്ങൾ ആദിയുടെ അമ്മയെ കാണാൻ വന്നതാ. അതെയോ, അത് നന്നായി. അമ്മ വരുമ്പോ അമ്മ സ്കൂളിൽ കൊണ്ടുവരാനും പരിചയപ്പെടുത്താനും ആദ്യം പ്രോമിസ് ചെയ്തതാ അല്ലേടാ? പക്ഷെ ഇപ്പൊ വെക്കേഷൻ അല്ലേ? അതെ, അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പരിചയപ്പെടാൻ. ആന്റി എവിടെ? മോളെ, ഇങ്ങ് വാ. ദേ, ഇവരൊക്കെ നിന്നെ കാണാൻ വന്നതാ. അമ്മേ, ഇതെന്റെ ഫ്രണ്ട്സാ. ഇരിക്കും മക്കളെ, എഴുന്നേക്കൊന്നും വേണ്ട, ഇരിക്കേ. ഇരിക്കടോ. എന്തിനും ഏതിനും ഇവരെല്ലാം ഒറ്റ കെട്ടാ. എനിക്കറിയാം. ആദ്യം എന്നെ എപ്പോ ഫോൺ ചെയ്താലും നിങ്ങളെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. അതുകൊണ്ട് നേരിട്ട് കണ്ടില്ലെങ്കിലും നിങ്ങളെയൊക്കെ എനിക്ക് നല്ല പരിചയം. കണ്ടോ, ഞാൻ പണ്ടേ പറഞ്ഞില്ലേ അമ്മയ്ക്ക് നിങ്ങളെയൊക്കെ അറിയാമെന്ന്. നന്ദു, കാത്തു, വിശാല്, ആരതി, അങ്ങനെ ഇവരുടെ 4 പേരുടെ പേര് എനിക്കറിയാം. ഓരോ പേരുകാരും ആരാണെന്ന് അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വിശാല്, അത് ആരതി, ഇനി നന്ദുവും കാത്തും കൂടെ ഉണ്ട്. അവരിനി സ്കൂൾ തുറക്കുമ്പോഴേ വരൂ. ആ, അവരെ നമുക്ക് പിന്നെ പരിചയപ്പെടാം അല്ലേ? സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആദിയുടെ കൂടെ നിൽക്കുന്നത് ഈ പിള്ളേരാ മോളെ. അല്ല, ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ അമ്മേ? മോളിരിക്കേ, ഞാൻ എടുത്തിട്ട് വരാം. ആന്റിയെ കാണാൻ ആദ്യം മാത്രമല്ല ഞങ്ങൾ ഒത്തിരി നാളായി കാത്തിരിക്കുക. ആഹാ, ശരിക്കും ഇത്രയും നല്ല കൂട്ടുകാരെ കിട്ടിയത് നിന്റെ ഭാഗ്യം ആദിക്കുട്ടാ. ആന്റിയെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടായി. ആശമേ, ആ, വാ മോളെ, വാ. ഇതൊക്കെ ആരാന്നറിയോ ചിന്നമോക്ക്? ഇതൊക്കെ മോളുടെ ഏട്ടന്റെ കൂട്ടുകാരാ. ആണോ? ഇവരൊക്കെ ഇനി മുതല് ചിന്നുമോടെയും കൂടെ കൂട്ടുകാരാട്ടോ. ചിന്നുമോക്ക് ഇവിടെ ആരുമില്ല ഫ്രണ്ട്സായിട്ട്, നിങ്ങളൊക്കെ ഉള്ളൂ. ആളുകളെയും സ്ഥലങ്ങളെയും ഒന്നും പരിചയമായിട്ടില്ല ഇവൾക്കെപ്പോഴും. ഇനി സ്കൂള് തുറക്കുമ്പോ ഇവളെയും നിങ്ങളുടെ സ്കൂളിൽ ചേർക്കാന്നാ ഞാൻ വിചാരിക്കണേ. അതുകൊണ്ട് ആദ്യം സ്നേഹിക്കുന്ന പോലെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചിന്നുമോളെയും കൂടെ കൂട്ടണം കേട്ടോ. ആന്റിയുടെ റിക്വസ്റ്റാ. അതിനെന്താ ആന്റി, ചിന്നുമോൾക്ക് ഞങ്ങൾ ആദ്യമൊക്കെ ഉണ്ടല്ലോ. അത് മതി, അത്രയും കേട്ടാ മതി. സന്തോഷമായി ആന്റിക്ക്. കണ്ട ചിന്നുമോളെ, പൊന്നു പോലെ നോക്കാനും കൂടെ കൊണ്ട് നടക്കാനും ഏട്ടനും കൂട്ടുകാരും ഒക്കെ ആയല്ലോ. സന്തോഷായില്ലേ?
പരാജയം പേടിക്കാതെ വീണ്ടും നമുക്ക് തല പൊക്കി നടക്കാനുള്ള അവസരം ദൈവം തന്നു. അതെ, അമ്മയും കൂട്ടി ആദിത്യൻ നമ്മളോട് പകരം ചോദിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവനുള്ള പണി ദൈവം കൊടുത്തു. എന്ത് പണി? എന്താ അവന് പറ്റിയത്? അത് കൊള്ളാം. അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഏത് ലോകത്തിലാണോ നീ ജീവിക്കുന്നേ? അയ്യോ, സത്യമായിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ. എന്താ സംഭവം എന്ന് പറ. എടാ ധ്യാനേ, അമ്മ വന്നു എന്ന് അഹങ്കരിച്ച ആദിത്യന്റെ സന്തോഷമൊക്കെ പോയി തകർന്ന് തരിപ്പണമായി. അതെങ്ങനെ? അവന്റെ അമ്മ പിന്നെയും പോയോ? ഏയ്, അതൊന്നും ആവില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആദിത്യന്റെ അമ്മയൊന്ന് പോയാ മതിയെന്ന് തന്നെ ആയിരിക്കും അവന്റെ വീട്ടുകാർ പോലും ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കാര്യം എന്താന്നൊന്നോ പറയുന്നുണ്ടോ? എടാ, നാട്ടുകാര് മുഴുവൻ അവരെ കുറിച്ച് മോശം പറയുക. എന്ത് മോശം? അതൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ആദ്യയുടെ അമ്മയെ ആർക്കും കണ്ണെടുത്ത കണ്ടൂടാ, അതുറപ്പാ. ഓ, എനിക്കൊന്നും മനസ്സിലാവണില്ല. അതെ, അവരുടെ കൂടെ ഏതോ ഒരു കൊച്ചു വന്നിട്ടുണ്ടത്രേ. എന്റെ അമ്മയച്ഛനും പറയുന്ന കേട്ടതാ. എന്നിട്ടത് ആരാണെന്ന് നിങ്ങൾ ആരും എന്താ ചോദിക്കാത്തത്? ആരായാലും എന്തായാലും നമുക്കെന്താ? അതെ, ആദിത്യന്റെ അമ്മയെ ഒരാൾക്ക് പോലും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇനി നമ്മളെടുത്ത് ഒരു പ്രശ്നത്തിനും വരാൻ അവര് ധൈര്യപ്പെടുത്തില്ല. നമുക്ക് അത്രയും പോരെ. അവന്റെ അമ്മ മാത്രല്ല, ആദിത്യനും ധൈര്യപ്പെടില്ല. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞതൊക്കെ ആദിത്യന്റെ അമ്മ ചോദിക്കാൻ വരുമെന്ന് പേടിക്കാത്ത നടക്കല്ലേ? പിന്നെ അല്ലാതെ. ഇനി ആദിത്യനും നമ്മളും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അവന്റെ അമ്മയെ ആർക്കും ഇഷ്ടമല്ലാത്തോണ്ട് എല്ലാരും നമ്മുടെ കൂടെ നിൽക്കും. ഹാ, അത് മതി, ആശ്വാസമായി. എന്നാലും ആരായിരിക്കും ആദിത്യന്റെ അമ്മയുടെ കൂടെ വന്ന ആ കുട്ടി? അതൊന്നും അറിയണല്ലോ. ആ, ഞാൻ 1-2 വട്ടം എന്റെ അമ്മയോട് ചോദിച്ചതാ. അമ്മ അറിയില്ലെന്നാ പറയുന്നേ. ഏതായാലും ആ കൊച്ചിന്റെ പേരില്ല എല്ലാരും വെറുക്കുന്നത്. അതെനിക്കറിയാം. അത്രയ്ക്കും കുഴപ്പം പിടിച്ച ഒരു കൊച്ചോ? അതിനെ എല്ലാരും വെറുക്കണമെങ്കിൽ ആ കൊച്ചു നമ്മുടെ സുമനെ കാട്ടി പ്രശ്നക്കാരിയായിരിക്കണം. ആ കൊച്ചു ആദിത്യന്റെ അനിയത്തിയായിരിക്കും. ആണോ? എന്നാ പിന്നെ നമുക്കത് പണിയാവും. ഒന്നാമതേ നമ്മുടെ കൂടെ നിൽക്കാൻ ആ സുമൻ പോലും ഇല്ല. എങ്കിൽ പിന്നെ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. എന്ത്? ബുദ്ധിപൂർവ്വം നീങ്ങണം. ഓ, നീ ഒന്ന് കാര്യം പറ. ബുദ്ധിപൂർവ്വം നീങ്ങണതൊക്കെ പിന്നെ നോക്കാം. എടാ, ആ കൊച്ചിനെ നമ്മുടെ കൂടെ കൂട്ടാൻ നമുക്ക് പറ്റണം. കൊള്ളാം, നടന്നത് തന്നെ. ആദിത്യന്റെ അനിയത്തിയെ നമ്മുടെ കൂടെ കൂട്ടാൻ. അതെ, അങ്ങോട്ട് ചെന്നാ മതി. അവളെ കാത്തിരിക്കുക കൂട്ടുകൂടെ. എന്തെങ്കിലും പറയുമ്പോഴേ നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ പിന്നെ ഒന്നും നടക്കാൻ പോകുന്നില്ല, പറഞ്ഞേക്കാം. അല്ലടാ, നീ പറഞ്ഞത് പിന്നെ നടക്കുന്ന കാര്യമാണോ? അതെ, ആദിത്യന്റെ അനിയത്തിയെ നമ്മുടെ ഗ്യാങ്ങിൽ കൂട്ടാന്ന് പറഞ്ഞാൽ ആരാ ചിരിക്കാതിരിക്കുക? ഇങ്ങനെ ചിരിക്കാനും മാത്രമൊന്നുമില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നെങ്കിലേ അത് തിരിച്ചു മറിച്ചും ചിന്തിക്കാനുള്ള ഒരു കഴിവില്ലാത്തോണ്ടാ. എന്താ ഇതിലെത്ര ചിന്തിക്കാനുള്ളത്? എടി, ആ സുമന്റെ അനിയത്തിലെ ആതിര. അതെ. എന്നിട്ട് അവളെങ്ങനെ ആദിത്യന്റെ സൈഡായി? എന്തിനേതിനും ആദിത്യന്റെ കൂട്ടുകാരെക്കാളും മുന്നേ ആദിത്യനെ സഹായിക്കാൻ പുറപ്പെട്ടത് അവളാണല്ലോ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? ശരിയാ. ആ സ്ഥിതിക്ക് അതേ നമ്പർ നമുക്ക് തിരിച്ചു ഒന്ന് പ്രയോഗിക്കാൻ ശ്രമിക്കണം. ഛേ, നമ്മോടൊപ്പം സുമനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. സുമ തൽക്കാലം ഇല്ലല്ലോ. നമുക്കിപ്പോ നമ്മള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ നിലനിൽപ്പിന് വേണ്ട കാര്യങ്ങള് നമ്മൾ തന്നെ ആലോചിക്കണം. അതെ, പക്ഷേ അതിനാ കൊച്ചൊന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ? അതൊക്കെ ഇറങ്ങിക്കോളൂ. എത്ര നാളെന്ന് വെച്ചാ വീടിനകത്ത് അടച്ചിരിക്കുക? നമുക്ക് നോക്കാം. ഏട്ടാ? ഏട്ടനോ? ഞാനാരെ ഏട്ടനൊന്നുമല്ല. എന്നെ അങ്ങനെ വിളിക്കാൻ വേണ്ട. അപ്പൊ ആശുമ പറഞ്ഞതോ എന്റെ ഏട്ടനാണെന്ന്? നീ എന്തിനാ എന്റെ അമ്മയെന്ന് വിളിക്കുന്നത്? അതെ, അതെന്റെ അമ്മയാ. എന്റെ ആശുമ തന്നെ ഏട്ടന്റെ അമ്മ. നിക്കേട്ടാ, ഞാനും ഉണ്ട്. എവിടേക്ക്? ഏട്ടന്റെ കൂടെ കളിക്കാൻ പോവാൻ. അതൊന്നും വേണ്ട. എന്റെ കൂടെ ആരും വരണ്ട. ഞാനും വരും. ഇനി അതിന്റെ കൂടെ കുറവേ ഉള്ളൂ. എനിക്ക് നിന്റെ കൂട്ടാവശ്യമൊന്നുമില്ല. മര്യാദയ്ക്ക് അവിടെ എങ്ങാനും പോയി ഇരിക്കുന്നേ നിനക്ക് നല്ലത്. ഞാനും വരും. ഛോ, ഇവൾക്ക് മലയാളം പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? എന്റെ പിന്നാലെ വരണ്ടെന്ന് പറഞ്ഞാ വരണ്ട. ഞാൻ വരും. ആശുമേ. അയ്യോ, എന്തു പറ്റിയതാ? എന്തിനാ നീ കരയുന്നേ? എന്താ പറ്റി മോളെ? എന്താ പറ്റിയേ? ആദി, നിന്നോടാ ചോദിക്കുന്നേ. എന്തിനാ ചിന്നു കരയുന്നേ? അവള് ചെറുതായിട്ടൊന്ന് വീണതാമേ, അത്രേ ഉള്ളൂ. അതിന് ഇത്രയും കരയേണ്ട ആവശ്യമൊന്നുമില്ല. വീണോ? എങ്ങനെ?
എന്നെ തള്ളിയിട്ടത് ആശമ്മേ. നേരാണോ ആദി? അത് പിന്നെ ആവശ്യമില്ലാതെ എന്റെ പിന്നാലെ കൂടാൻ വന്നിട്ടല്ലേ. അവൾ എന്ത് ചെയ്തു എന്ന് ആദ്യം മോൻ പറയുന്നേ? ഞാൻ എത്ര തവണ വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ അമ്മൂമ്മേ. എന്നിട്ട് എന്റെ കൂടെ കളിക്കാൻ വന്നേ പറ്റൂന്നുള്ള ഒരൊറ്റ വാശി അമ്മൂമ്മേ അവൾക്ക്. അതിന് തള്ളിയിടുവാനാണോ വേണ്ടേ? നല്ല അടി കിട്ടാത്തതിന്റെ കുറവുണ്ട് നിനക്ക്. എന്നെ പൊന്നുപോലെ നോയിക്കോളൊന്നും എല്ലാവരുടെ കൂടെ കളിക്കാൻ വിടുമെന്നും ആശമയല്ലേ പറഞ്ഞത്? എന്താ ആദിക്കുട്ട നിനക്ക്? ഇവളും കൂടെ നിന്റെ കൂടെ വന്നാ നിനക്ക് എന്ത് നഷ്ടം വരാനാ? ഞങ്ങള് ക്രിക്കറ്റ് കളിക്കുന്നിടത്ത് ഇവള് വന്നിട്ട് എന്ത് ചെയ്യാനേ അമ്മേ? ഒന്നും ചെയ്യാനില്ലെങ്കിൽ വേണ്ട, അവൾ അവിടെ ഇരുന്നോളും. അതിനിപ്പോ എന്താ? അങ്ങനെ എന്റെ കൂടെ ഇപ്പൊ വരണ്ട. എന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കും. ആര്? നേരത്തെ ഇവിടെ വന്നിട്ട് പോയ കുട്ടികളല്ലേ? നല്ല സ്നേഹമുള്ള കുട്ടികളാ അവര്. അവരാരും ഇവളെ ഒന്നും പറഞ്ഞ് കളിയാക്കുന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നേര് തന്നെ മോനെ. അമ്മുമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ? ഗ്രൗണ്ടിൽ ഞാനും അവര് മാത്രമേ ഉള്ളൂ, വേറെ പിള്ളേരൊക്കെ അല്ലേ? നിന്റെ അനിയത്തിയല്ലേ ചിന്നുമോള്? ആരെന്ത് പറഞ്ഞാലും അവളെ തള്ളി പറയാതെ നോക്കേണ്ടത് നീയല്ലേ ആദിക്കുട്ട? അതിന് ഇവളെന്റെ അനിയത്തിയല്ലല്ലോ. ഇവളുടെ അച്ഛനും അമ്മയും യുദ്ധത്തിൽ മരിച്ചതുകൊണ്ട് ഇവൾ അമ്മയുടെ കൂടെ കൂടിയതല്ലേ. അങ്ങനെ ഒരു അനിയത്തി എനിക്ക് വേണ്ട. ആദി മോനെ, ആദി. ചിന്നുമോളെ, എനിക്കറിയാം ചിന്നുമോൾ ഇവിടെ എല്ലാവരുടെയും മനസ്സിലെ കരട. പക്ഷേ എനിക്ക് ആ കുഞ്ഞിനെ കൈവിട്ട് കളയാൻ പറ്റില്ലമ്മേ. ഞാൻ പറഞ്ഞില്ലേ, ആരുമില്ല അവൾക്ക്. നഷ്ടപ്പെട്ടു പോയ സ്വന്തം അമ്മയുടെ സ്ഥാനത്താ അവൾ എന്നെ കാണുന്നത്. ഞാൻ അവളിൽ കണ്ടത് പക്ഷെ എന്റെ ആദ്യക്കുട്ടന്റെ മുഖവാ. മറ്റാർക്കും എന്നെ മനസ്സിലായില്ലെങ്കിലും അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുന്നില്ലേ? എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും പോട്ടെ, ആ കുഞ്ഞിന്റെ സ്ഥാനത്ത് നിന്നെങ്കിലും ഒന്ന് ചിന്തിക്കാൻ ആർക്കും പറ്റുന്നില്ലെന്നാണോ? എല്ലാവർക്കും നിന്നെ മനസ്സിലാവുന്നുണ്ട് മോളെ. അത്രയ്ക്ക് മനുഷ്യപ്പറ്റില്ലാത്തവരൊന്നും അല്ലല്ലോ ഞങ്ങള്. പക്ഷേ ആദിയുടെ മനസ്സില് നീ പറഞ്ഞതുപോലെ ചിന്നുമോളൊരു കരട് തന്നെയാ മോളെ. അതിന് നമുക്കവനെ കുറ്റം പറയാൻ പറ്റില്ല. എനിക്കറിയാം. എത്ര നാളായി നിന്നെ ഒന്ന് അടുത്ത് കാണാൻ കൊതിച്ചിരുന്നതാ അവൻ. ഒടുവിൽ നീ ഒരിക്കലും തിരിച്ചു വരില്ലെന്നറിഞ്ഞപ്പോൾ അവൻ എന്തുമാത്രം സങ്കടപ്പെട്ടു എന്ന് ഞങ്ങൾക്കേ അറിയൂ. കൈവിട്ടു പോയെന്ന് കരുതിയ സൗഭാഗ്യം തിരിച്ചു വന്നതുപോലെയാ നീ ആദിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. പക്ഷേ അപ്പോഴേക്കും അവനുള്ള സ്നേഹം പങ്കിടാൻ യാതൊരു അർഹതയില്ലാത്ത ഒരാൾ കൂടി ഉണ്ടെന്നറിഞ്ഞാൽ ഏത് കുഞ്ഞിനാ മോളെ അത് സഹിക്കാൻ പറ്റുക? അതെല്ലാം ന്യായം തന്നെയാ അമ്മേ, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണമല്ലോ. അതെല്ലാം ന്യായം തന്നെയാ അമ്മേ, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണമല്ലോ. ആദിയുടെ മനസ്സിലെ ധാരണകളെ നമ്മൾ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ചിന്നുമോളോടുള്ള അവന്റെ വെറുപ്പ് നാൾക്ക് നാൾ കൂടുകയുള്ളൂ. ഇക്കാര്യം ഞാൻ ആദ്യം പറഞ്ഞു മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് അമ്മയും അർജുനും ഒക്കെ ആദ്യം പറഞ്ഞു മനസ്സിലാക്കുന്നതാ. അമ്മ ഉപേക്ഷ വിചാരിക്കരുത്. ആദിയുടെ മനസ്സിൽ ചിന്നുമോളോടുള്ള വെറുപ്പും അകൽച്ചയൊക്കെ മാറ്റിയെടുക്കാൻ അമ്മ മുൻകൈയെടുത്തേ പറ്റുള്ളൂ. എന്നെ സഹായിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ചിന്നുമോളോട് നമ്മൾ ചെയ്യുന്ന വലിയ ദ്രോഹമായി പോവത്. എത്ര നാളായി ഞാൻ വിചാരിക്കണമെന്നറിയാമോ, ഈ വഴിക്കൊക്കെ ഒന്ന് ഇറങ്ങണമെന്നും നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്നും. ഇരുന്നിരുന്ന് വന്നപ്പം മാരുതി ഇവിടെ ഇല്ലാതായി പോയല്ലോ എന്നാ. എന്തായാലും അമ്മയെ കൊണ്ടുവരാതെ ഒറ്റയ്ക്കിങ്ങ് പോകുന്നത് മോശമായി പോയേ. എന്റെ കൂടെ അവൾക്കും വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ കാലിന്റെ നീരിനുള്ള ഗുളി കഴിച്ചോണ്ടിരിക്കുക. എല്ലാവർക്കും വയസ്സും പ്രായമൊക്കെ ആയില്ലേ മോളെ, നടക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്.
പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വരാനാണേൽ ഈ അടുത്ത കാലത്തൊന്നും നടക്കാനും പോണില്ല. അത് നേരാ. അമ്മായിയെ കാണാനാണേൽ മോൾ ഒരു ദിവസം അങ്ങോട്ട് വാ. വരാം അമ്മാവാ. ആ മോളെ, നീ ഒന്ന് അമ്മാവിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ആ സാധാരണ അത് അമ്മയുടെ ഡ്യൂട്ടി ആണല്ലോ, അതുകൊണ്ട് ഞാനത് മറന്നുപോയി. അമ്മാവിന് ചായയോ കാപ്പിയോ അതോ തണുത്ത എന്തെങ്കിലും എടുക്കണോ? ചായയോ കാപ്പിയോ ആയിക്കോട്ടെ മോളെ, മധുരം തീരെ വേണ്ട. ശരി. ആ പ്രഭാര, സത്യം പറഞ്ഞ ഞാനിന്ന് വന്നത് ഒരു കാര്യമുള്ളതുകൊണ്ടാ. മാലിനി എല്ലാം എന്നോട് പറഞ്ഞു. മീരയുടെ കാര്യം തന്നെയാ. അവക്ക് വേണ്ടി ആലോചിച്ച് ഉറപ്പിച്ചു വെച്ച ഒരു ബന്ധമില്ലേ, അതിന്റെ കാര്യം. അപ്പം മാലതി ഏട്ടനെ വിളിച്ചായിരുന്നു അല്ലേ? വിളിച്ചു. വ്യക്തവും വിശദവുമായി കാര്യങ്ങളുടെ കിടപ്പ് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തു. അല്ല, എന്താ ഏട്ടന്റെ അഭിപ്രായം? അത് ചോദിക്കാനുണ്ടോ? ഇങ്ങനെ മോശം പേരുള്ള ഒരു കുടുംബത്തിലേക്ക് നമ്മുടെ കുട്ടിയെ പറഞ്ഞേക്കേണ്ട കാര്യം എന്താ? അയ്യേ, അതിന്റെ ആവശ്യമില്ല. അവൾക്കെന്താ വേറെ നല്ല ചെറുക്കനെ കിട്ടാതിരിക്കുകയാണോ? കാര്യം ശരിയാ, പക്ഷെ അവൾ സമ്മതിക്കണ്ടേ ഏട്ടാ? ഞാൻ അറിഞ്ഞു. അസ്ഥിയിൽ പിടിച്ച മട്ടില അല്ലേ? മാലതിയല്ല എന്നോട് പറഞ്ഞു.